എന്റെ കാലിന് ഭയങ്കര വേദന. ബസ് ഒന്നും കിട്ടിയില്ല, നടന്നാ ഞാൻ വന്നത്. കാലപ്പടി നീര് വെച്ചേക്കുവാ. ഞാനെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, എന്താന്ന് വെച്ചാ ചെയ്യ. ഇത് കുറച്ച് പപ്പടവാ. എന്തായാലും വീട്ടിലേക്ക് പോവല്ലേ, അവരും അറിയട്ടെ ഇത്തയുടെ പപ്പടത്തിന്റെ രുചി. മോനെ ദേവാ, പിടിച്ചോ. ഇത് മണിക്ക്. അല്ലിതാ, നിങ്ങൾ കുഴക്കടൊരു മിഷൻ മേടിച്ചു, പിന്നെ എന്തിനാ കൊച്ചിനെ വെറുതെ വിഷമിപ്പിക്കുന്നത്? ഓ, ആ കുന്തനാളത്തിൽ എത്ര കുഴച്ചാലും പാത്തു കുഴക്കുന്നവരെ ആവുന്നില്ലടാ മണി. പാത്തു കാലുകൊണ്ട് ചവിട്ടി കുഴച്ച് മാവുണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ, അത് തിളച്ച എണ്ണയിൽ ഇട്ടാണ്ടല്ലോ, ഭീമിന്റെ വരവുണ്ട്. ഞാൻ ചെല്ലട്ടെ, അല്ലെ പാത്തു പണി കുഴപ്പം. കന്നിപ്പാലെങ്കി ദേവാ, എനിക്ക് ഗ്യാസ് ഉള്ളതുകൊണ്ട് പപ്പടം കഴിക്കുന്ന പ്രത്യേകം ഡോക്ടർമാര് പറഞ്ഞേക്കണം. പപ്പടം ഭയങ്കര ഇഷ്ടമല്ലേ? നിങ്ങൾ ഇതുവരെ പോയില്ലേ ബോസ്? വന്നടാ. എന്താടാ പോണില്ലേ? ഞങ്ങള് പോകാൻ തുടങ്ങുമ്പോ റുക്കിയാത്തോടാണ് ഞങ്ങൾ ഈ പപ്പടം ഏൽപ്പിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഇന്ദു ചേച്ചി വന്നപ്പോ ഈ പപ്പടം കൊണ്ടാൻ പറ്റില്ലെന്ന് ഭയങ്കര സങ്കടപ്പെട്ടാ പോയത്. ആണാ? റുക്കിയാത്തറ സ്നേഹം കാണുമ്പോ ഇതെല്ലാം കൂടി ഇത്താത്തനെ ഏൽപ്പിച്ചാൻ തോന്നിപ്പോകും. അതെ, ഈ പപ്പടത്തിന് പോലും ഇത്താത്തര സ്നേഹമുണ്ട്. പാത്തൂന്റെ ഉണ്ട്. നമ്മുടെ യോഗ അല്ലാണ്ടെന്താ? അതെ, നല്ല യോഗ. ഇതൊക്കെ വറുത്ത് നിന്ന് ഇവിടെ ഇന്നോട്ടാ ഞങ്ങൾ തന്നെ വരെ ചെല്ല്. അപ്പൊ എന്തു ഞാനും കൂടി പപ്പടം കാച്ചു. പപ്പടങ്ങൾ നിങ്ങൾ പെണ്ണുങ്ങൾ പോയിട്ട് സെലക്ട് ചെയ്താൽ മതി, ഞങ്ങൾ വന്നാൽ ശരിയാവില്ല. ഏട്ടനും കൂടി വാ. വേണ്ട മോളെ, നിങ്ങൾ ചെല്ലും. വാജയ, നമുക്കിവിടെ ഇരിക്കാം. എന്റെ അമ്മോ, കിട്ടിയില്ല സാധനടാ. കണ്ണില്ലെങ്കിൽ എന്താ, ബാക്കിയൊക്കെ സൂപ്പറാ. അതെ, പുളിങ്കൊമ്പ. എന്തായാലും എന്താ, നമുക്കൊന്ന് മുട്ടിയാലോ? വേണ, കുഴപ്പാവോ? എന്ത് കുഴപ്പം? കെട്ടാനൊന്നല്ലല്ലോ, മുട്ട കിട്ടിയാ ഊട്ടി. നിന്നെ ഞാൻ എടുത്തോളാം. എന്നെ അറിയില്ല. വേണ്ട വേണ്ട വേണ്ടെന്നല്ല പറഞ്ഞു. എങ്ങനെയുണ്ട് മീനാക്ഷി ചേച്ചി? സുന്ദരിയായിട്ടുണ്ട് അല്ലേ അമ്മേ? പ്രോഗ്രാം ഇല്ലടാ, പട്ടണിയാ. എന്നാ പോയി തണ്ടടാ. ഇതിനൊരു മാറ്റൂലട്ടോ. അവനല്ല മാറ്റമില്ലാത്ത നിനക്കാ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് കൂടി കേട്ടോ. ദേവ, അമ്മ എനിക്ക് വേണ്ടി കല്യാണക്കാര്യം ആലോചിക്കുന്നുണ്ട്. എന്തിനാ ആലോചിക്കുന്നേ? കെട്ടിയാ പോരെ? ആര്? കനകത്തിനെ. കനകത്തിനെ നീ കെട്ടിയാ മതി. അതിനവള് നിന്നെയല്ല ഇഷ്ടപ്പെടുന്നത്. ഇല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞ കേട്ടാ, കനകത്തിന്റെ കാര്യം പറഞ്ഞാൽ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എടാ നിക്കട മണിയെ, താനെ വന്നാ മതി. പിണങ്ങിട്ടുണ്ടാവും. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. എടാ, ഞാനൊരു കാര്യം ചോദിച്ചു സത്യം പറയൂ, നിനക്ക് ആ പെണ്ണിനോട് ഇഷ്ടമില്ല? ഏത് പെണ്ണ്? നീ ആ മാളിൽ ഇടിച്ചിട്ട പെണ്ണ്. എടാ കള്ള, നിന്നെ ഞാൻ ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ. എന്നെയൊക്കെ ഏത് പെണ്ണ് ഇഷ്ടപ്പെടാനാ? അതൊക്കെ ഇഷ്ടപ്പെടും. നീ ആ ബാര ലുക്കല്ലടാ. ആണോ? പിന്നെ അല്ല. ആടന്നോ. പ്രളയം വന്ന പിന്നെ കര കയ്യേറിയവരൊക്കെ വീണ്ടും പുഴയിൽ തന്നെ ആയി. ജ്യോതിഷ വല്ലതും കിട്ടിയടാ? തീമിംഗലത്തിന് കിട്ടിയിട്ടുണ്ട്. എന്താ വേണ? ആരെ വെച്ചേക്കാ? അവന്റെ പുച്ഛം കണ്ട.
നമ്മള് കലാകാരന്മാരായതുകൊണ്ടാടാ. പരിപാടി കഴിഞ്ഞു വന്നാലും ഇപ്പൊ പരിപാടിയൊന്നുമില്ല എന്ന് ചോദിക്കും ഇവന്മാര്. ഗൾഫുകാരെ പോലെ. അതാണ്. ഏട്ടാ ആ ദേവൂട്ടി മോളെ പഠിത്തമൊക്കെ എങ്ങനെ നടക്കണു? നന്നായി നടക്കണു. നന്നായി പഠിക്കണം കേട്ടോ. ആ ദേവൂട്ടി ഉം. ചേച്ചിയോടും അമ്മയോടും കുസൃതി കാണിക്കാറുണ്ടോ നീ? ഇല്ലേട്ടാ. സത്യം? ഉം. ഇവള് നല്ല കുട്ടിയല്ലേ. അതെ, നിന്റെ ദേവേട്ടനെ ഒരു കുഴപ്പവും കൂടാതെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദേവോനെ ഇങ്ങോട്ട് തിരിച്ചു തന്നെ. ആലോചിക്കട്ടെ. നീ ആലോചിച്ചോ. ഞാൻ ഇന്ന് ഈ പുഴ ചാടി ഒന്ന് തിമിർക്കും. അമ്മേ, ഗീതമ്മേ. അല്ലേട്ടാ, ഈ മണിയേട്ടന് അവിടെ കുളിക്കാറൊന്നുമില്ല. ഞങ്ങള് നിർബന്ധിച്ച ഇടയ്ക്കൊന്ന് കുളിക്കും. അമ്മേ, അമ്മ മാമന്റെ വീട്ടിൽ പോയിരിക്കുക. ഇപ്പൊ വരും. എന്താ അവിടെ വിശേഷിച്ച്? ശോഭേജിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. അതിന്റെ കാര്യം അറിയാൻ പോയതാ. ആഹാ. ഏട്ടാ ശോഭേ, ചെക്കൻ എങ്ങനെയുണ്ട്? ആരും കണ്ടില്ല. കണ്ടില്ലേ? ചെക്കൻ വന്നില്ല. ചെക്കന്റെ അച്ഛൻ വന്ന് കണ്ടിട്ട് പോയി. സാരില്ല, ഇനി അങ്ങോട്ട് കാണാലോ. ഈ വിറകെടുത്ത് അടുക്കി വെക്കാൻ കുട്ടിയോട് പറഞ്ഞതാ, കേക്കില്ല. ആഹാ, മോൻ വന്നോ? നീ എപ്പോഴാ എത്തിയത്? ഞാൻ വന്നേ ഉള്ളമ്മേ. എങ്ങനെയുണ്ടടാ നിന്റെ ബാൻഡൊക്കെ? നല്ല രസമല്ലേ അവിടെ? അടിപൊളിയാ. അല്ല, മാമന്റെ അടുത്ത് പോയിട്ട് എന്തായമ്മേ? ഓ, അവർക്ക് ആവശ്യം സ്ത്രീധനായിട്ട് കുറച്ച് പണ, പെണ്ണിനൊന്നുമല്ല. മണി വന്നില്ലേ കൂടെ? ആ ഉണ്ട്. നീ വാ, വല്ലതും കഴിക്കാം. വാ മോനെ. എന്റെ കൃഷ്ണ, എന്തൊരാർത്തി പിടിച്ച തീറ്റയാടാ അത്. നീ അവിടെ പട്ടിണി എടുക്കായിരുന്നോ? അവിടെ മിക്കപ്പോഴും ഹോട്ടലിൽ നിന്നല്ല ഭക്ഷണം. പിന്നെ റൂമിലെ ഭക്ഷണത്തിലാണെങ്കിൽ ഒരു രുചി ഉണ്ടാവില്ല. ആരാടാ ഉണ്ടാക്കണത്? ഞാൻ. ഹാ. ആ വന്നാ. ഇതെന്തുവാടി? ഇത് ചേട്ടന് കൊണ്ടുവന്ന് ഇതൊന്നും കൊടുക്ക്. ഇതെന്താന്നാ? മണിച്ചേട്ടന് ഇഷ്ടമുള്ള സാധന. അല്ല, എന്നിട്ട് ഇതിങ്ങനെയാ കൊണ്ടുവരുന്നത്? ഒരു പാത്രത്തിലാക്കാണ്ട്. ഇതിങ്ങനെ വെച്ചാൽ മുഴുവനാവും തിന്നു. ഒരു കഷ്ണം പോലും എനിക്ക് കിട്ടില്ല. ആകെ വാടിപ്പോയി. പിന്നെ വരാവേ. പതുക്കിയോടെടി. എന്നാ എന്തേത്? അത് തിന്നോക്കടെ. എന്താന്ന് കണ്ണൂടെ? അമ്മേ, കനകം മൂലം കാമനി മൂലം കലഹം പലവിധ മൂലകിൽ നിന്നാ. ഇത് അവളെ കുറിച്ചാ? അമ്മ തിരുമ്പോ വരും കൊണ്ട് വെച്ച്. മണിയെ, ഞാൻ ആ ദേവനെ കണ്ടിട്ട് വരാം. ഇന്ന് സ്കൂളിലോ? ഇതെന്തോളെ കാണാത്ത? ഈ പടിയുമെന്ന് വീട് എന്റെ കാലോടി, അത് ഉറപ്പാ. മാമൻ വന്നിട്ടുണ്ടാ? അയ്യോ, മാമൻ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്, അല്ലാതെ ചൈത്താൻ വന്നിട്ടുണ്ടെന്നല്ല. ചൈത്താനാണെങ്കിൽ പിന്നെയും സഹിക്കാം. അയ്യോ, ഇത് പെറ്റ തള്ള പോലും സഹിക്കില്ല. ഞാൻ പോവാ. അയ്യോ, എന്തൊരു സ്നേഹം. അല്ല, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ തന്നെ പോണത്. സർബത്ത് 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 എന്നാ കേറ്റി. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഞാൻ നിന്റെയൊക്കെ സർവന്റ് ആവുന്ന തോന്നണത്. ഓ, 2 റുപ്യ പോരുമ്പളത്തിന് 2000 വർത്താനം പറയണ ബോസേ. ആഹാ, എല്ലാ ഭംഗിമാരും ഉണ്ടല്ലോ. ഇതാ, ഇതാണ് സ്പെഷ്യൽ. എനിക്കൊരു പീസ്. ഞങ്ങൾക്ക് ഇടക്കിടക്ക് ഇങ്ങനെ പലഹാരം ഉണ്ടാക്കി തന്നത് ഇതൊക്കെ ഭയങ്കര ചെലവല്ലേ? എന്ത് ചെലവ്? പപ്പടത്തിന് മാവ് കുഴച്ചപ്പോഴേ കുറച്ച് മാവ് മിച്ചം വന്നു. ഞമ്മള് കുറച്ച് അരിപ്പൊടി ചേർത്ത് ഒരു സ്പെഷ്യൽ പലഹാരം അങ്ങോട്ട് ഉണ്ടാക്കി. പാത്തു കാലുകൊണ്ട് ചവിട്ടി കുഴച്ച് മാവുണ്ടാക്കുന്ന പപ്പടം ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്? പുണ്യം കിട്ടും. എന്നാ ഈ പുണ്യം കൊണ്ട് തിന്നു. എന്റെ മക്കൾ ദ്വാ ചെയ്താ മതി. ഇത്തേന്റെ പാത്തു പപ്പടം വലിയ കമ്പനിയായി തീരാ. എടുക്ക. സൂപ്പർ. ആഹാ, ഇന്ന് പലഹാരം കൊണ്ടുവന്നേക്കണോണ്ട് ഉച്ചക്ക് ഊണ് വേണ്ടായിരിക്കും അല്ലേ? ഇത്ത ഒരുപാട് നാളെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് നീ ഒരു കൊട്ടം കൊട്ടിക്കേ. കസ്തൂരി തൈലമിട്ടു മുടി മിനുക്കി, മുത്തോട് മുത്തു വെച്ച വള കിലുക്കി. ഹലോ, ഇല്ലില്ല, ഇറങ്ങി. ഒരു 10 മിനിറ്റ് ഓട്ടോയിലേ ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ ഫോൺ കട്ടിയാലേ എനിക്ക് വണ്ടി കയറാൻ പറ്റുള്ളൂ. അവരെല്ലാം കയറി. ഓക്കെ. എടാ, അവിടെ നിന്ന് വിളി തുടങ്ങിയെന്ന്.
ആകെ ഒരു 10 മിനിറ്റ് ഓട്ടം ഉണ്ട്. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് എത്തിക്കാം. എന്താന്ന് എത്തിക്കാന്ന്? ഓ പോയി വണ്ടി ഇറക്കിട്ടാ. ഇവന്മാര് ഇറങ്ങണില്ലേ? 10 കിലോമീറ്റർ അപ്പുറത്ത് ഇറങ്ങാൻ ഞാനിവിടെ എത്തി. എന്നിട്ട് ഈ മുറിക്കുള്ളിൽ ഇവന്മാര് പുറത്തിറങ്ങില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ വന്ന ഇവിടെ ആ ഇവിടെ എന്താ ഈ ബ്രാൻഡി കളവ് വ്യത്യാസം ഉണ്ടല്ലോടാ. ബ്രാൻഡിയോ? അത് ചുക്കുകളല്ലത്. ചുക്കോളോ? നിനക്ക് കുടിച്ചു നോക്കാൻ പറയാൻ പറ്റടാ. ബ്രാൻഡിയാണോ ചുക്കോളാണെന്ന്? ചുക്കുകളാണല്ലോ. അടിക്കരുത് പ്ലീസ്. ഒരബദ്ധം പറ്റിപ്പോയതാ. അന്നത്തെ ഷെയർ ചെയ്യാട്ടോളാം പ്ലീസ്. ഒരു ധൈര്യത്തിന് അടിച്ചിട്ട് പോകാൻ വേണ്ടി വെച്ചോ. എല്ലാരോടും പറഞ്ഞാറ്റിക്കരുത്, പറ്റിപ്പോയി. ഇല്ല ഇല്ല ടെൻഷൻ വേണ്ട. എത്തിക്കഴിഞ്ഞു പ്ലീസ്. ഇയാളെ ഞാനിത് ചെറുതായി തരിപ്പുണ്ട് കേട്ടോ. എനിക്ക് തരിക്കണ്ട്. അയ്യോ നിനക്ക് തരാൻ തരിക്കണ്ടെന്ന് പറഞ്ഞു. എന്റെ കള്ളൂർത്ത് പേടിച്ചെന്ന് പറഞ്ഞില്ലടോ. അത് പറയാനുള്ള മനസ്സിനെ കാണിച്ചിട്ട്. എടാ ദേവ, ഇത് മറ്റവളുടെ കല്യാണം ഉണ്ടാ. ആരുടെ? നീ എന്നാ മാളിൽ വെച്ചിടിച്ചിട്ട പെണ്ണില്ലേ, അവളുടെ കല്യാണ. ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. നീ അതിന്റെ മാല തിരിച്ചു കൊടുത്തായിരുന്നു. നീ ഇല്ലാതെ ഞാനെങ്ങനെ കൊടുക്കുക? കിട്ടിയപ്പോ ഞാൻ ഇല്ലായിരുന്നല്ലോ. ആ കുട്ടി ഹാപ്പിയാണോ? അവക്കെന്ത് കുഴപ്പം? അവളല്ല ഹാപ്പിയാ. നീ പാടാൻ നോക്കൂ. ഹലോ ഹലോ ചെക്ക്. ഹലോ നമസ്കാരം പ്രിയമുള്ള കലാസ്നേഹികളെ. ഇന്ന് ഈ വേദിയിൽ ഓൾഡ് ഈസ് ഗോൾഡിന് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരമൊരുക്കി തന്ന ക്ഷേത്ര ഭാരവാഹി കമ്മിറ്റികൾക്ക് ഞാൻ പ്രത്യേകം നന്ദി. ക്ഷമിക്കണം, കല്യാണ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാളെ വിവാഹിതയാകാൻ പോകുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി, ഞങ്ങളുടെ കുഞ്ഞനുജത്തി, എന്താ താനത്തിന്റെ പേര്, കല്യാണി മാധവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. ഓൾഡ് ഈസ് ഗോൾഡ്. നിന്നെ കാണാൻ പൂവിൽ നിന്നെ തേടാം തേൻ തുള്ളിയായി മാറിൽ മിന്നും മറുകിൽ മണിച്ചുണ്ടാൽ മുത്താൻ വരൂ ആരോ മൂളും. ചേച്ചി, ഇത് അയാളാ ശ്രുതിച്ചി റിസപ്ഷന് പാടിയ ആള്. ശബ്ദം കേട്ടപ്പോഴേ മനസ്സിലായി. പക്ഷേ ഇന്നെന്തോ പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? അയാളുടെ ശബ്ദത്തിന് എന്തോ ഒരു വേദനയുണ്ട്. കളിമൺ തോണിയല്ലോ. ആരെങ്കിലും വിളിക്കാത്ത കല്യാണത്തിന് വന്നിട്ടുണ്ടാവും. എന്താ പ്രശ്നം തന്നെ ചോദിക്കും. എന്താണോ? അമ്മേ, ഞാനും ഉണ്ട്. ഈ കല്യാണം നടക്കില്ലെന്ന്. പ്രോഗ്രാം കൊളായെന്നാ തോന്നണേ. നല്ല അടി നടക്കുന്നുണ്ട് അവിടെ. നമുക്ക് സാധനങ്ങൾ മൊത്തം എടുത്തോണ്ട് പുറത്തേക്ക് പോയാലോ?
വിനു അവിടെ ചേട്ടൻ ആരോട് ദേഷ്യപ്പെടുന്നുണ്ടല്ലോ? ഒന്നുമില്ല. സംഭവം പൊളിഞ്ഞ് ഇനി പരിപാടി നടക്കൊന്നുമില്ല. എല്ലാവരും തലക്കെട്ടൊക്കെ അയച്ചിട്ടേ ആരും കാണാതെ മൂല പോയി ഭക്ഷണം കഴിച്ചു. മോശമാണ്. എന്ത് അത് മോശമാണ്. എന്നാ വയറും പൊത്തി പിടിച്ച് അവിടെ ഇരുന്നു. എന്റെ 10 വയസ്സല്ലേ പോണ വഴി മേടിച്ചു തരാൻ. പോയി കഴിച്ചിട്ട് സാധനങ്ങൾ പാക്ക് ചെയ്യണം. ദയവായി ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഈ വിവരം പറയാൻ വേണ്ടി മാത്രം വന്നവരാ ഞങ്ങൾ. നിനക്കൊക്കെ എവിടുന്ന് ധൈര്യം വന്നടാ ഈ മുറ്റത്ത് വന്നിട്ട് പറയാൻ? എന്താടാ ജയ പ്രശ്നം? സേതു എന്താടാ? ചെക്കന്റെ അമ്മാവും പേര് കേട്ട ജോത്സന. ഇപ്പൊ അദ്ദേഹം കാനഡയിലാ. കല്യാണം തീരുമാനിച്ചത് ആളറിയിക്കാതെയാണ്. ഇന്ന് അദ്ദേഹം നാട്ടിലെത്തി. എന്താ അമ്മേ പ്രശ്നം? അദ്ദേഹം രാശിയും കാര്യങ്ങളൊക്കെ നോക്കി അറിഞ്ഞപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്. എന്ത് കാര്യം? ഈ കല്യാണം നടന്നാൽ ഇവർക്ക് ജനിക്കുന്ന കുട്ടികൾക്കും കാഴ്ച ഉണ്ടാവില്ല എന്ന്. ഈ കുട്ടിക്ക് വലിയ ദോഷമുണ്ടെന്ന്, വിവാഹ ജീവിതം പാടില്ലെന്നും. എടോ ഞങ്ങൾ ഇനി എന്താ ചെയ്യാ? വിവരം അറിഞ്ഞപ്പോഴേ ചെറുക്കൻ ബാംഗ്ലൂർക്ക് പോയി. അവന്റെ അമ്മാവനോട് പറഞ്ഞേക്ക് എത്ര വലിയ മുഹൂർത്തം നോക്കിയാലും ഇനി അവന്റെ കല്യാണം നടക്കില്ലെന്ന്. ഏട്ടാ, ഇതിന്റെ പേരില് ആരുടെ ഒരു തുള്ളി കണ്ണുനീര് ഇവിടെ വീഴാൻ പാടില്ല. വീണ അതിൽ ചവിട്ടുക എന്റെ ചങ്ക് പോലും. ഇപ്പൊ എന്റെ കണ്ണിനേരിട്ടുള്ളൂ. അയാളെ കെട്ടിയാൽ എന്റെ ജീവിതം ഇരട്ടിലാവാം. നിങ്ങളൊക്കെ എന്നെ വിളിച്ചു. അത് മതി ഈ കല്യാണിക്ക്. മോളെ മോളെ എഴുന്നേറ്റൊന്നൊരു സംശയം ഉണ്ടായിരുന്നു. സുഖായി ഉറങ്ങി, അതുകൊണ്ട് നേരത്തെ എണീറ്റു. അത് കൊള്ളാം, ഏട്ടത്തെ സന്തോഷിപ്പിക്കാനായിട്ട്. അല്ല ഏട്ടത്തി, അയാളെ ഞാൻ വിവാഹം ചെയ്തിരുന്നെങ്കിൽ അയാളുടെ വീട്ടുകാരുടെ ദുഷിച്ച മനസ്സിനോടൊപ്പം എൻ്റെ ഈ ആയുസ് ഞാൻ ജീവിച്ചു തീർക്കേണ്ടി വന്നേനെ. അതോർത്തപ്പോ ഇന്നലെ നടന്നതൊക്കെ ഒരു ദൈവനിയോഗം പോലെ തോന്നുന്നു. ആ സന്തോഷത്തോടെ ഇന്നലെ നന്നായി ഉറങ്ങി. രാവിലെ മുതൽ സേതുവേട്ടൻ ആരെയൊക്കെയോ ഫോണിൽ വിളിക്കുക. എന്തിനാ? എത്രയും പെട്ടെന്ന് മോളുടെ കല്യാണം നടത്തണമെന്ന്. രാവിലെ എനിക്കൊന്ന് കുളിക്കാനുള്ള സമയം കിട്ടുമോ? ഏട്ടനോടൊരു കാര്യം പറയോ? എന്താ? എനിക്കിപ്പോ ഒന്നും ആലോചിക്കണ്ട, ഞാൻ പറയാം. അപ്പൊ മാത്രം മതി മറ്റൊരാലോചന. ഏട്ടത്തിയമ്മ പറയണം, ഏട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഇത് അയാളുടെ വീട്ടിലേക്ക് എത്തിക്കണം. പിന്നെ ഇന്ന് മോൾ എങ്ങോട്ടും പോണ്ട കേട്ടോ. 100 ചോദ്യങ്ങളുണ്ടാവും ആളുകൾക്ക് ചോദിക്കാൻ.
ആ ഇതിപ്പോ നിന്റെ ഇരിപ്പുണ്ടാ തോന്നുന്നു, നിന്റെ കല്യാണം മുടങ്ങിയെന്ന് വിചാരിക്കുമല്ലോ. എന്നാ ചായ? ഞാൻ ആ പെണ്ണിന്റെ കാര്യം ആലോചിക്കുകയായിരുന്നടാ. എന്താടാ? ഞങ്ങളെപ്പോലുള്ളവർ വലിയ വലിയ സ്വപ്നങ്ങളൊന്നും കാണാറില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അത് നടന്നില്ലെങ്കിൽ സഹിക്കാൻ പറ്റൂലടാ. ഞാൻ ഇന്നലെ ഒരുപാട് പ്രതീക്ഷിച്ചു. എന്ത്? അല്ല, ഈ സിനിമയെ കാണുന്ന പോലെ കല്യാണം മുടി കഴിയുമ്പോ അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം കൂടി നെഞ്ചത്തടിച്ച് കരയും. അപ്പൊ ഒരു കിളവൻ വന്നിട്ട് പറയും, ആരാണ് ഈ കുട്ടിയെ രക്ഷിക്കണേന്ന്. അപ്പൊ ഞങ്ങളെല്ലാരും കൂടി നിന്നെ നോക്കും. ആ സമയം അവളുടെ തല്ലാൻ വന്ന ചേട്ടൻ വന്ന് നിന്റെ കൈ പിടിച്ചിട്ട് പറയും, ദേവാ നീ എൻ്റെ പെങ്ങൾക്കൊരു ജീവിതം കൊടുക്കണം. പിന്നെ നീയോ അവളും കൂടി സ്റ്റേജിൽ ഡ്യൂവറ്റായി, ആട്ടോയി, പാട്ടായി, ഹണിമൂണായി. സുഖിച്ച എത്ര വിഷമിച്ചിട്ടുണ്ടാവില്ലേ കുട്ടി? കുട്ടിയല്ല, കല്യാണി. മണിയെ, കാഴ്ചയുള്ളവർക്ക് ഏത് ആൾക്കൂട്ടത്തിലും കരയാം, ആരും കാണാതെ. പക്ഷെ ഇന്നലെ കല്യാണിക്കോ? നിന്റെ സെന്റി ആയിട്ടിരുന്നിട്ട് എനിക്കെന്താ ഗുണമുള്ളത്? സാധാരണ ആൾക്കാർ സെന്റി അടിച്ചു കഴിഞ്ഞാൽ ഒരു ഫുൾ എടുത്തിട്ട് വന്നാൽ അടിച്ച് തീർക്കും. ഇത് വേറെ കട്ടൻ ചായ കുടിച്ചിട്ട് എന്ത് സെന്റിമെന്റ്സ്? അല്ല, ഇതെന്താ പരിപാടി? കടയിൽ പോണം. നമുക്ക് ഭാഗ്യമില്ലെങ്കിലും വരുന്നവർക്ക് കൊടുക്കാലോ. ആ, അതേ നടക്കോളൂ എന്നെ കൊണ്ട്. സർ, എന്താ വേണ്ടത്? കല്യാണി ഉണ്ടോ? ഒരു കാര്യം സംസാരിക്കാനായിരുന്നു. ഉണ്ടല്ലോ, ഒരു മിനിറ്റ്. ആ, യെസ്. ഇരിക്കൂ. താങ്ക് യു. ആരാ? എന്നെ മനസ്സിലാക്കാൻ വഴിയില്ല. നോ, എനിക്കറിയാം. പക്ഷേ ആളെ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ദേവൻ. ഇന്നലെ വീട്ടിൽ പാടാൻ വന്നിരുന്നു. ഓ, ഓൾഡ് ഈസ് ഗോൾഡ്. അതെ. അപ്പോ നമ്മളൊക്കെ ഒരേ ടീമാണല്ലേ? ഞാൻ കരുതി കല്യാണി ഇന്ന് ഷോപ്പിലുണ്ടാവില്ലെന്ന്. അതെന്താ? ഇന്നലത്തെ ആ സംഭവത്തിൽ നിന്നും റിക്കവറി ആകാൻ സമയമെടുക്കില്ലേ? ഹേ, വിഷമം തോന്നിയിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്കിരുന്നൊന്ന് ആലോചിച്ചു. നമ്മളെ മനസ്സിലാക്കാത്തവരോടൊപ്പം ജീവിക്കാൻ നമുക്കാവില്ലല്ലോ. സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്ന് അപ്പൊ ബോധ്യായി. ഗുഡ്. എന്താ ദേവന് പറയാനുണ്ടെന്ന് പറഞ്ഞത്? ആക്ച്വലി പറയാനല്ല, ഒരു സാധനം തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയാ. എന്ത്? ആ കൈയൊന്ന് നീട്ടിയേ. നീട്ടൂന്നേ. എന്താ ഇത്? തുറക്ക്. ആഹാ, ഇതെവിടുന്ന് കിട്ടി? ഞാനിത് നോക്കാത്ത സ്ഥലവും ഇല്ല. അപ്പോ അന്നെ ഷോപ്പിൽ വെച്ചിടിച്ചിട്ടത്? സോറി, ഒരാഗ്രഹം കൊണ്ട് സ്കേറ്റിംഗ് ഷൂവിൽ കയറിയതാ. സുഹൃത്തിന്റെ ശ്രദ്ധയും തെറ്റിയപ്പോ എല്ലാം കൈവിട്ടുപോയി. കൂട്ടിയിടിയിൽ കയ്യിലും അടക്കിയതാ. അന്ന് പ്രോഗ്രാം കഴിയുമ്പോൾ ഒരു ഗിഫ്റ്റ് പോലെ ഞാൻ തിരികെ തരണമെന്ന് കരുതിയതാ. പക്ഷെ അപ്പോഴേക്കും സാരല്ല, എന്തായാലും തിരിച്ചു കിട്ടിയല്ലോ. താങ്ക് യു സോ മച്ച്. ഇത് കാണാതായപ്പോ വിഷമിച്ചിട്ടുണ്ടാവൂലേ? ഇതെന്റെ ഏട്ടൻ ഗിഫ്റ്റ് തന്നതാ. ഇതിന്റെ ലോക്കറ്റ് പൊട്ടിച്ച 2 പാർട്ടാവും. അതിലൊന്ന് ലൈഫ് പാർട്ട്ണർക്ക് കൊടുക്കണം എന്നാണ് ഏട്ടൻ പറഞ്ഞത്. അതിന്റെ പിന്നില് ചെറിയൊരു വിശ്വാസമുണ്ടേ. അയ്യോ, അബദ്ധമായോ? ഏയ്, വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മൾ സ്നേഹിക്കുന്നവരുടെ വിശ്വാസമല്ലേ നമുക്ക് വലുത്. ജീവിതത്തിലെ എല്ലാ അനുഗ്രഹത്തോടെയും ജനിച്ചവർ നെഗറ്റീവ് ആവാൻ ശ്രമിക്കുമ്പോൾ നമ്മളെപ്പോലുള്ളവർ എത്ര പോസിറ്റീവായ ജീവിതത്തെ കാണുന്നത്. അത് ചിന്തിച്ചപ്പോൾ വീട്ടിലിരിക്കാൻ തോന്നിയില്ല. ഇത് ഏൽപ്പിച്ചപ്പോഴാണ് മനസ്സിനൊരു സന്തോഷമായത്. ദേവന് ചായയോ കോഫിയോ? കോഫി മതി, പക്ഷെ പിന്നീടാവാം. ശരി, ഇറങ്ങട്ടെ, ഒരു ചെറിയ കടയുണ്ടേ. ശരി എന്നാ. ഓക്കെ താൻ.
ഇവരിത് എവിടെ പോയതാ? എന്നോടൊന്നും പറഞ്ഞില്ല. ഓട്ടോറിക്ഷ കയറി ഒറ്റ പോക്ക. നീ ഇവിടെ ഇരി. ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം. കേട്ടോ. ആ ഒരു ലോട്ടറി തരിക, അടിക്കണതേ. അടിക്കണ ലോട്ടറി? കഴിഞ്ഞ ആഴ്ച ഒരു 5000 അടിച്ചാണല്ലോ. അതടിച്ച് തീർത്തു. എത്രയായിട്ടാ? 50. ഇതെവിടെ പോയതാ? ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ സംഭവം? ഞാനിന്ന് കല്യാണിനെ കണ്ടു. എവിടെ വെച്ച്? കല്യാണിയുടെ ഷോപ്പിൽ പോയി. എന്നിട്ട് ഞാൻ ആ ചെയിൻ തിരിച്ചു കൊടുത്തു. ഓ, അതിനാണ് ഇത്ര വലിയ സന്തോഷം. അതല്ലടാ, കല്യാണിക്ക് ഒരുപാട് സന്തോഷമായി. ഒത്തിരി സംസാരിച്ചു എന്നോട്. അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവളോട് സംസാരിച്ചപ്പോ എനിക്കും എന്തോ എനർജി കിട്ടിയ പോലെ. നിനക്കിപ്പോ കല്യാണം കിട്ടിയപ്പോ ഞങ്ങളെയൊന്നും വേണ്ടല്ലോ. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ നിനക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ? അല്ലെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ആരെങ്കിലും നിന്നെ വിളിക്കൂ? കണ്ണ് ഞാൻ കുത്തി പിടിക്കട്ടോ. അല്ല, പിന്നെ എന്തൊക്കെ പറഞ്ഞു? കോഫി കുടിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് കുടിച്ചാ? പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. അതെന്തിനാ? അതാവുമ്പോ ഒരു തവണ കൂടി കാണാലോ. എന്റെ ദേവാ, ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. നീ അവളോർത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു നടക്കണ വെറുതെയാണ്. എടാ, എനിക്ക് അവളെ ഇഷ്ടമാണെന്നല്ലേ ഉള്ളൂ. കെട്ടണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നോണ്ടല്ലേ. പോടാ, നിനക്ക് അസൂയ. പിന്നെ അസൂയ. രക്ഷപ്പെട്ടടാ. പിന്നെ രക്ഷപ്പെടണമെന്നെങ്കിൽ ഞാൻ മരിക്കണം. എന്നാലേ ഈ മരിച്ചത് കൂട്ടിക്കോ. എടാ, ബംഗാളി നാട്ടിൽ പോവാ. എനക്ക് മരുന്ന് വേണ്ടേ? വന്ന് കേറ്. ദേവാ, പോരാട്ടാ. ഫ്രഷ് രൂപങ്ങളിലൂടെ കാറ്റടിക്കുന്നത്. ഭയങ്കര ചാടയല്ലോ. നിനക്ക് മരുന്ന് എത്തിച്ചല്ലോ ഓന്റെ മെയിൻ പണി. ഓന്റെ മെയിൻ പണി ഇതാണ്. അത് കഴിച്ചിട്ടേ വരുള്ളൂ. അതെ, വരുന്നുണ്ട്. ആർക്കാ സട്ട പെർസണോ? എനിക്കാ. മറന്നു ഞാൻ തരാം. ഇന്ന് പൈസ തന്നാ ലീവിന് പോയി വരുമ്പോ വാങ്ങിത്തരാം. സാധനം എങ്ങനെയുണ്ട്? സൂപ്പർ. ഒരു ബോട്ടിൽ 8000 രൂപ. നോ ബാർഗിങ്. കൊടുക്കടാ, ഞങ്ങളെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. കൊടു. ഇത് 3000 ഉണ്ട്. ബാക്കി സാധനം തന്നിട്ട്. ഓക്കെ സാർ. ഓക്കെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ സുഗന്ധാണ് ആ പോണത്. ഹായ് കല്യാണി. ആരാ? ഞാൻ മണി, ഓൾഡീസ് ഗോൾഡിലെ ഗിറ്റാറിസ്റ്റാ. ഓ, ദേവന്റെ ഫ്രണ്ടാ? ദേവനുണ്ടോ കൂടെ? ഇല്ല, ഞാനിവിടെ കടയിൽ വന്നതാ. ദേവൻ കല്യാണിയെ കാണാൻ വന്നിരുന്നില്ലേ? അതെ. അവൻ എന്നോട് പറഞ്ഞിരുന്നു. അന്ന് മുതല് അവൻ ഭയങ്കര സന്തോഷത്തിലാ. അതെന്താ? കാഴ്ചയുള്ളവര് സൗന്ദര്യം കണ്ടല്ലേ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ദേവനും കല്യാണിയൊക്കെ മനസ്സുകൊണ്ടല്ലേ ഇഷ്ടപ്പെടുന്നത്. അന്നൊരു കോഫി പോലും കുടിക്കാതെ ദേവൻ പോയത്. അതൊക്കെ ഇനിയാവാലോ. എവിടെയാ ദേവൻ താമസിക്കുന്നത്? ഞങ്ങൾ ഒരുമിച്ചാ ഓൾഡീസ് ഗോൾഡിന്റെ ക്യാമ്പില്. ആഹാ, അപ്പൊ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കുമല്ലോ. പിന്നെ നല്ല ശബ്ദ ദേവന്റെ. മറ്റെവിടെയെങ്കിലും നോക്കിക്കൂടെ? ഞങ്ങളും പറയാറുണ്ട്, പക്ഷെ അവൻ പോവൂല. അതെന്താ? ഞങ്ങള് കുറെ പേരുടെ ചോറ് അവന്റെ ശബ്ദം അവനറിയാം. അതാ. കല്യാണി, ഞാനെന്നാ അങ്ങോട്ട് നീങ്ങുവാ. ശരി. മണി, ദേവനോട് എന്റെ അന്വേഷണം പറയണേ. പറയാട്ടോ. നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട്, ഈ നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ? നീലാകാശച്ചെരുവിൽ നിന്നെ
നിന്നെ കാണാൻ വെൺതാരമാ. ഇത് ഏൽപ്പിച്ചപ്പോഴാണ് മനസ്സിനൊരു സന്തോഷമായത്. എത്തുന്നല്ലോ. നിങ്ങൾ ആരും പെണ്ണ് കെട്ടരുത്. പെണ്ണ് കെട്ടി എല്ലാവരുടെയും ജീവിതം നായ ഓടിച്ചിട്ട് നക്കും. അതിന് പാര നക്കിയത്? എന്റെ ഈ ശരീരത്തിൽ ഒരിഞ്ച് സ്ഥലം പോലും നക്കാനായിട്ട്. ഇവിടെ മരുന്നിന് പോലും പെണ്ണെ കിട്ടാതിരിക്കുമ്പോഴാണ് ബോസ് 2 കിട്ടിയത്. ഇതെങ്ങനെ ശരിയാവും? കെട്ടിയ കാര്യത്തെ പറ്റി പറയരുതിട്ടാ. അതെന്താ ബോസേ? അതോ അതൊരു കഥയാ മക്കളെ. ഇത് വരാത്ത എന്താണ്? വരുന്നു, കെട്ടിപ്പിടിക്കുന്നു. മോശം. ഹലോ, അയ്യോ, പാലെടുക്കാൻ മറന്നുപോയേ. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാവേ. തുടക്കം തന്നെ പാളിയല്ല. പാല് മുല്ലപ്പോയി നോക്കിയ സമയം എങ്ങനെ അറിയാനാ? 5 മിനിറ്റ് കഴിഞ്ഞേ. ഡ്രസ്സൊക്കെ മാറി. എന്നെക്കാളും എടുക്കണല്ലേ? ഇതെന്താ ഇവിടെ നാണം കൊണ്ട് റൂം മാറി പോവാ. വന്നേ, കിടക്കവിടെ. എന്തിനാണ് കരയണത്? ഇതാണ് ഫസ്റ്റ് നൈറ്റ്. കരച്ചിനെടുത്തിട്ട് ആപ്പിളൊക്കെ എടുത്ത് തിന്നാൻ നോക്ക്. അതെ ഇതെന്താണ് സിനിമയിലെ പോലെ ശല്യം ചെയ്യാൻ വന്നേക്കണം. വാ. എന്ത് പറ്റി? സത്യമായിട്ടും ഇന്ദു ആന്ന് കരുതിയിട്ടാ. നിനക്കെങ്കിലും വാ തുറന്നു പറഞ്ഞുകൂടായിരുന്നു നീ ഇന്ദു അല്ലാന്ന്. അതിന് വാ തുറക്കാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ആദ്യം ഞാൻ വാ പൊത്തിയത്, പിന്നെ വിട്ടായിരുന്നു. ഞാൻ ചേട്ടന് കൊടുക്കാനുള്ള പാലെടുക്കാൻ വേണ്ടി പോയതാ. ഒരു 5 മിനിറ്റ് അല്ലേ ആയുള്ളൂ ഞാൻ പോയിട്ട്. വേറെ 5 മിനിറ്റ്. എന്നാലും എന്റെ അളിയാ, ഇത്ര ആക്രമണം വേണ്ടായിരുന്നു. ബോസേ, എന്നാലും 2 ഭാര്യമാരുള്ള ഒരു രസമല്ലേ? എന്ത് രസം? ഒരു രസവും ഇല്ല. രണ്ടിന്റെ മോന്ത ഒരുപോലെ ഇരിക്കണത്. അയ്യോ, ദേവന്നാ മരം കൊത്തി. അതാര് ബോസേ? അതാണ് ഈ പറഞ്ഞ അളിയൻ. അതെ, അവൻ വന്ന് വെച്ച് ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. എന്റെ അളിയൻ ഇതെങ്കിലും അടിക്കുവോ? ഹരിയേട്ടന് ഇപ്പൊ തോന്നിയ സംശയം ഉണ്ടല്ലോ, ആ സംശയം വെച്ചെടുത്താ അടിക്കില്ല. പ്രതീക്ഷയോടുകൂടി എടുക്കേണ്ട ഒരു സാധനമാണ് ലോട്ടറി. ആ, എനിക്ക് പ്രതീക്ഷയോടെ ഒന്ന് എടുത്തേക്കാം. ഇതാ ദേവന്റെ ലോട്ടറി കട. ദേവാ, നിന്റെ ഫ്രണ്ടിനോട് ഇറക്കിയിട്ടുണ്ടാ. ആരോ ഗോപിയേട്ടാ? ഞാനാ, കല്യാണി. ഇവിടെ
അടുത്ത നമ്മുടെ ഷോപ്പിൽ ഒരു സ്റ്റാഫിനെ കാണാൻ വന്നതാ. ഡെലിവറി കഴിഞ്ഞ് കിടക്കുക. വെറുതെ അന്വേഷിച്ചപ്പോൾ ഇവിടെ അടുത്ത ദേവന്റെ ഷോപ്പെന്ന് അറിഞ്ഞു. പിന്നെ ഒരു കോഫിയുടെ കടം ബാക്കിയുണ്ടല്ലോ, അതങ്ങ് വീട്ടേക്കാന്ന് വെച്ചു. എങ്കില് നമുക്ക് അബൂക്കാന്റെ കടയിൽ നിന്നായാലോ? ആയിക്കോട്ടെ. കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? പാപ്പാ, ഓ എന്നതാടാ? ഞാൻ ചന്തയിൽ പോവാ. അബൂക്ക, ആ മോനോ? ഒരു ഗസ്റ്റ് ഉണ്ട്. കണ്ട് കേറിയിരിക്കേ. കല്യാണി സൂക്ഷിച്ചേ. അബൂക്ക, തീരെ ഐറ്റം വേണ്ട കേട്ടോ, 2 കോഫി. ശരി മോനെ. ഇവിടെ ഉള്ളവരെല്ലാം ദേവന്റെ കൂട്ടുകാരാ. ലോകം മുഴുവൻ നമ്മുടെ കൂട്ടുകാരല്ലേ കല്യാണി? കണ്ണു കാണാൻ വയ്യാത്ത ആളെ ആരെങ്കിലും ഉപദ്രവിച്ചതേ അറിയോ? ഉണ്ടല്ലോ. അതാരെ? എന്നെ മോളിൽ വെച്ച് ഒരാൾ ഇടിച്ചിട്ടുണ്ടല്ലോ. ആ ദേവ നിന്റെ പെങ്ങളുട്ടിയാ? അല്ലേക്ക, എന്റെ ഫ്രണ്ടാ. ഈ മോക്ക് കണ്ണ് കാണാഞ്ഞപ്പോ ഞമ്മളോർത്ത് നിന്റെ ആ പെങ്ങളുട്ടിയായിരിക്കും. ദേവന്റെ സിസ്റ്ററും എങ്ങനെയാണോ? 2 പെങ്ങന്മാരുണ്ട്. അതിലൊരാള് നമ്മുടെ ടീമാ. ഏറ്റവും ഇളയവളെ ദൈവം തുണച്ചു. ഒരു സർജറി നടത്താനുണ്ട്. ചിലപ്പോ അവൾക്ക് ലോകം കാണാൻ ഭാഗ്യമുണ്ടാവും. കല്യാണി, മീനാക്ഷിയോട് ഇടയ ജംഗ്ഷനിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. ഇവിടെ അടുത്ത് തന്നെയാ. ദേവാ, ഞാനൊരു സമ്മാനം തരട്ടെ? ആ, കവിയും പുഴയാണു ഞാൻ, അകമിഴിയാൽ മഴ പൊഴിയും മുകിലായി വന്നു നീ. മുരളികയായി സ്വരമെഴുതും മുളയാണു ഞാൻ, ഒരു വിരലാൽ തനു തഴുകും കാറ്റായി വന്നു നീ. പകരുവതിന്നാമോ അറിയാതെ ഒരു മധുരമൂറുന്നു കരളിലിതാ ആർദ്രമായെന്തിനോ.
തൊടുമ്പോൾ ചിറകണിയും ഇതേതോ മോഹം നാൾക്കുനാൾ സലോലം പ്രിയതരമൊരു ഗാനം പോലെ ചുണ്ടിൽ നിന്റെ നാമം ഹിമഗണമുടലാകെ പെയ്യും നമ്മിലാത്മരാഗം പൊന്നെണ്ണ നമ്മുടെ ഡാൻസ് തെറ്റിക്കലാണ. ഇതാണ് ഡാൻസ്. നിനക്കൊക്കെ വല്ല സർക്കസിലും പോയിക്കൂടാ. മനുഷ്യന് എൻജോയ് വന്നപ്പോഴേക്കും വെറുതെ ഗിറ്റാർ അടിച്ചോളഞ്ഞ നിനക്ക്. എന്തിയാടാ നിർത്തി എന്തിയെ? ബോസേ പുതിയ സ്പ്രേ ഒക്കെ അടിച്ചാ? നല്ല മണം വരുന്നുണ്ടല്ലോ. നന്നായിട്ട് ഇളകി അങ്ങോട്ട് കളിക്ക്. അവിടെ ചെന്ന് പൊളിക്കാനുള്ള കളിടാ. പറഞ്ഞ പോലെ നല്ല മണമുണ്ടല്ലോ. നിങ്ങൾ ഡാൻസ് പൊളിക്ക്, ഞാൻ ഡ്രംസ് പൊളിക്കാം. ബംഗാളിയുടെ ഗുളിക വലിച്ചിട്ടാ? ആണാ? ഈശ്വരാ, ഇനി ശുദ്ധമായി ശ്വസിക്കാലോ. എടാ, ഇതിനുള്ള ചെലവേ ഞങ്ങളുടെ വക ഉണ്ട് കേട്ടാ. ശരിടാ. താങ്ക് യുടാ. മണി, എടാ മണി, എഴുന്നേക്കണം. നിനക്ക് ഭ്രാന്തട്ടോ? ഉറങ്ങിക്കിടക്കണവനെ ഇറങ്ങിയോല്ല നോക്കണം. എത്ര പ്രാവശ്യമായി ഞാൻ വിളിക്കണു. നിനക്കെന്താ വെള്ളം വേണോ? അല്ലടാ, ഉറങ്ങാൻ പറ്റുന്നില്ല. ആ, ഞാനാണ് മരുന്ന് കഴിച്ചപ്പോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. കണ്ണടച്ച അവളാടാ മനസ്സിൽ. ദൈവമേ, കണ്ണു കാണാത്ത നിന്റെ മനസ്സിൽ അവളുടെ ഏത് മുഖോടുള്ളത്? കല്യാണിയെ കുറെ നേരമായി ഞാൻ വിളിക്കുന്നു, അവള് ഫോൺ എടുക്കുന്നില്ലടാ. ഫോൺ വല്ല സ്വിച്ച് ഓഫ് ആയിരിക്കും. നമുക്ക് അവിടെ ഇരുന്ന് പോയാലോ മണി? ഇവിടെ കല്യാണ്ട് വീട്ടിലോട്ടാ? നിനക്കത്തെ പ്രാന്തായ?
എന്റെ ദേവ, എനിക്ക് വയ്യ ഈ പാതിരാത്രിക്ക് എന്നിട്ട് അവളുടെ ഇടിയൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാൻ. നീ കണ്ടതല്ലേ കല്യാണം മുടങ്ങി അന്നത്തെ അയാളുടെ പെർഫോമൻസ്. ഇനി ഈ സമയത്ത് അവിടെ ചെന്ന് കയറിയാലും നിനക്ക് അവളെയും കാണാൻ പറ്റില്ല, അവക്ക് നിന്നെയും കാണാൻ പറ്റില്ല. പിന്നെ എന്തിനാ? പറ്റും, എനിക്ക് കാണാൻ പറ്റും. നീ എന്റെ കൂടെ ഇപ്പൊ വരണം മണി. എന്തായാലും ഒറ്റ കയ്യിലുള്ള ഞാനില്ല. ഞാൻ ആ മാമൂട്ടിനെ ഒന്ന് വിളിക്കാം. എടാ മാമൂട്ടി, നീ ആ ബോസിനെ കൂടി എത്രയും പെട്ടെന്ന് നിങ്ങൾ വാ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്, വാ. എന്തൊക്കെയാവോ എന്തോ. നമുക്ക് കേറി നോക്കിയാലോ? ഞാൻ ആദ്യം പുതിയൊരു ഡ്രൈവറെ വെക്കട്ടെ, എന്നിട്ട് കയറി നോക്ക്. ചേട്ടാ പൊട്ടാ, നമ്മൾ കക്കാനല്ല വന്നേക്കണത്. വെറുതെ അല്ല ബോസ് ഉറക്കാത്ത കള്ളം കയറെന്ന് പറഞ്ഞത് ഇവനായിരിക്കും. കാണണില്ലല്ലോ. ദേവാ, പണി തുടങ്ങടാ. ദേവാ, കല്യാണിന്റെ മുറിയിലാന്ന് തോന്നുന്നു. ഒരു ലൈറ്റ് കളിച്ചിട്ടുണ്ട്. ദേവാ, ദേ കല്യാണി ജനലിന്റെ അടുത്ത്. ഇതാടാ ശരിക്കും പ്രണയം. ഹലോ, എന്താ ഇവിടെ? വണ്ടിക്കൊരു മിസ്സിങ്, ഒരു സ്റ്റാർട്ടിങ് ട്രബിള്. സ്റ്റാർട്ട് ചെയ്ത് മടുത്തപ്പോ ഇറങ്ങി നിന്നാ. എന്താ പ്രോഗ്രാം കഴിഞ്ഞ് വരുവാണോ? അല്ല, അതെ. സ്റ്റാർട്ടിംഗ് ടബിൾ ആണല്ലോ, ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അയ്യോ, ഞങ്ങളെ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ പോയിച്ചതാ. ഈ നേരത്തോ? അല്ല, വന്നവിടെ ഒരു സിനിമ കണ്ടായിരുന്നു. ദേവ, കല്യാണിയുടെ ആങ്ങളെ വന്നിട്ടുണ്ട്, പെട്ടെന്ന് വണ്ടി കയറാം. നല്ല പടവട്ടെ, ഒന്ന് കാണണം. ആ, സ്റ്റാർട്ടായി. സ്റ്റാർട്ടായടാ, വാ. കല്യാണി, ചേട്ടാ, നീ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറങ്ങാൻ പോവാ. എന്നാ കിടന്നോ. അതെ, ഇതുപോലത്തെ ഭംഗിയുള്ള പരിപാടി ഇനിയും വിളിക്കണോട്ടാ. അവന്റെ പോക്ക് കണ്ടില്ലേ, വല്ല മൈൻഡ് ഉണ്ടാന്ന് നോക്കി. ഗുഡ് നൈറ്റ് ഏട്ടാ. ആ അതേടാ, നല്ല ഗുഡായിരുന്നല്ലേ രാത്രി. ഇഞ്ചോടിഞ്ച ഇടിന്ന് രക്ഷപ്പെട്ടത്. നിന്റെ ഒറ്റ കോള ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. വെറുതെ അല്ലടാ പഹയ നിന്നാരും മമ്മൂട്ടിന്ന് വിളിക്കാത്തത്. ഓ, ഇന്ദു ഉറങ്ങിയിട്ടുണ്ടാവോ ആവോ. ജന്തുവാ? ജന്തു നിന്റെ തന്ത. ഇതാണ് പുര നിറഞ്ഞു നിൽക്കണ പെണ്ണ്.
ഹലോ. എന്താ പെട്ടെന്ന് പോയത്? ആ പാട്ട് എനിക്ക് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും കല്യാണിയുടെ ഏട്ടൻ അവിടെ എത്തി. അയ്യോ, എന്നിട്ടോ? വാൻ സ്റ്റാർട്ടാവുന്നില്ല എന്ന് പറഞ്ഞു. ഏട്ടനെന്തോ സംശയം തോന്നിയിട്ടുണ്ട്. പതിവില്ലാതെ എൻ്റെ മുറിയിൽ വന്നിരുന്നു. പക്ഷേ മറ്റൊന്നും ചോദിച്ചില്ല. കുഴപ്പമാവോ? നാളെ മീനുവിനോട് ഏട്ടൻ്റെ ചോദ്യങ്ങളുണ്ടാവും. പേടിയുണ്ടോ കല്യാണിക്ക്? ഏയ് ഇല്ല. എന്തിനാ ഈ രാത്രി ഇവിടെ വരെ വന്നേ? കൊറേ വിളിച്ചിട്ടും കല്യാണി ഫോൺ എടുത്തില്ല. ഫോൺ ബാഗിലായിരുന്നു. മീനു ആണെന്ന് തോന്നുന്നു ബാഗിയുടെ തലമാരയിൽ വെച്ചത്. കോൾ എടുക്കാതായപ്പോ എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. എന്നിട്ട് കണ്ടോ? പിന്നെ കാണാതെ ഇനി എന്നാ കാണാ? കാണണമെന്ന് തോന്നുമ്പോ വിളിച്ചാ മതിയല്ലോ. എനിക്ക് ദേവനെ മാത്രല്ല അമ്മയും സഹോദരിയും ഒക്കെ കാണണം. അതിന് ചെറിയൊരു റിസ്ക് എടുക്കേണ്ടി വരും. ചെറിയ റിസ്ക് ഒക്കെ ധൈര്യമായിട്ട് എടുക്കാം. എങ്കിൽ റെഡി ആയിരുന്നോളൂ. ഈ മാസം അവസാനം നാട്ടിലെ ഉത്സവം. എന്നാൽ കിടന്നോളൂ. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കാവിൽ പഞ്ചാരി മേളം കേട്ട് നീ എന്തേ പോരുന്നില്ലേ? ചേലിൽ പൂങ്കോടി പാവും ചുറ്റി നീയില്ലേ പൂരം കാണാൻ? കാവിൽ പഞ്ചാരി മേളം കേട്ട് നീ എന്തേ പോരുന്നില്ലേ? ചേലിൽ പൂങ്കോടി പാവും ചുറ്റി നീയില്ലേ പൂരം കാണാൻ? കാവടിയാടുന്ന കൺകോണിൽ മഷിയിട്ട് കാലിൽ തൊലിസിട്ട് പൊട്ടും തൊട്ട് ദേവര് വന്നെത്തി തിരയാടും നേരത്ത് കാണാൻ പോരുന്നില്ലേ? കാവിൽ പഞ്ചാരി മേളം കേട്ടേ നീ എന്തേ പോരുന്നില്ലേ? ജയിലിൽ പൂങ്കോടി പാവും ചുറ്റി നീയില്ലേ പൂരം കാണാൻ? കരിവള കണ്ണാടി കരിമഷിയും വാങ്ങാൻ ചിരുതേ കാവിൽ ചെന്നാൽ ഒരു ചിറകായിട്ട് കളിച്ചിരിയോതിട്ട് നിൻകൂടെ പോരാം ഞാനും. പൊന്മണി മാലയും പലഹാരക്കൂട്ടവും നിറയെ നിൻ കയ്യിൽ തന്നിടാം ഞാൻ. ചെമ്പട താളമായി ചുടുനെഞ്ചം തുള്ളണ് പെണ്ണെ നീ കേൾക്കുന്നില്ലേ? കാവിൽ പഞ്ചാരി മേളം കേട്ടേ നീ എന്തേ പോരുന്നില്ലേ? ചേലിൽ പൂങ്കോടി പാവും ചുറ്റി നീയില്ലേ പൂരം കാണാൻ? പല ഗജവീരന്മാർ നിരനിരയായി നിന്നാൽ അതിനോളം ചന്തം എന്തോ. പെരുവനമുണ്ടെങ്കിൽ പെരുകണമേളത്തിനാവേശം വാനത്തോളം. ദൈവവും ഭൂതനും കരിവേലക്കൂട്ടവും ഉയരും താളത്തിൽ വന്നെത്തുന്നേ. ചെന്തമിഴ് ചിന്താടും കരകാട്ടച്ചോടുകൾ കാണാൻ പോരുന്നില്ലേ? കാവിൽ പഞ്ചാരി മേളം കേട്ടേ നീ എന്തേ പോരുന്നില്ലേ? ചേലിൽ പൂങ്കോടി പാവും ചുറ്റി നീയില്ലേ പൂരം കാണാൻ? കാവടിയാടുന്ന
കൺകോണിൽ മഷിയിട്ട് കാലിൽ കൊലുസിട്ട് പൊട്ടും തൊട്ട് ദേവര് വന്നെത്തി തിറയാടും നേരത്ത് കാണാൻ പോരുന്നില്ലേ കാവിൽ പഞ്ചാരി മേളം കേട്ട് നീ എന്തേ പോരുന്നില്ലേ ചേലിൽ പൂങ്കോടി പാവും ചുറ്റി നീല്ലേ പൂരം കാണാൻ എന്റെ കല്യാണിയുടെ പിന്നാലെ നടക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നതാ? നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടോ? കല്യാണി, കല്യാണി. എന്താ പറ്റി? എന്താ ഇത്? ജയ എന്താ കാണിക്കുന്നത്? ഏട്ടാ ഇവിടുന്ന് കാണിച്ച എന്താണെന്ന് അറിയോ? എന്താ? ഇന്ന് ഷോപ്പിലേക്ക് പറഞ്ഞ് ഇവിടെ പോയത് കുറെ തെണ്ടി പരിശയുടെ കൂടെ ഉത്സവം കൂടാനായിരുന്നു. ഉത്സവോ? നീ എന്തായി പറയുന്നേ? അതെ ഏട്ടാ, ആ ബാൻഡിൽ ഒരുത്തിന്റെ കൂടെ കയ്യും പിടിച്ച് നടക്കായിരുന്നു ഇവിടെ. ഇങ്ങോട്ട് എഴുന്നേക്കടി. ഞാൻ ഇതൊന്നും അറിയില്ല എന്നാണോ നീ കരുതിയത്? എന്താ മോളെ ഇങ്ങനെയൊക്കെ? എല്ലാവരും കൂടെ ലാളിച്ച് വഷളാക്കിക്കോ. ഇവിടെ ഒത്തിയാ ഇവക്ക് എല്ലാത്തിനും കൂട്ട. ഈ കുടുംബം കൂടി ഇരുട്ടിലാക്കണോടി. നെറിയട്ടവളെ എനിക്കിനി കാണണ്ടതിന്. ജയ നീ അകത്ത് പോ. എനിക്കറിയാം എന്താ നടക്കുന്നെന്ന്. കുട്ടി കല്യാണം മോളെ വിളിച്ചകത്ത് വയ്ക്കോ. മോളകത്ത് പോ. ചേച്ചിക്ക് വേണ്ടി എന്നെ കൊന്നാലും സാരമില്ല. ചേച്ചി വാ. കൊറേ നേരമല്ലോ നീ സെന്റി വായിക്കാൻ തുടങ്ങിയിട്ട്. നീ എന്നെ കരയിപ്പിച്ച് കൊല്ലോ. എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല, വെറുതെ. നിന്റെ മുഖം കണ്ടങ്ങനെ പറയില്ലല്ലോ. നീ കാര്യം എന്താന്ന് പറയണ? മുഖം മറച്ചാ ദുഃഖം മറക്കാൻ പറ്റുമോ? അതൊക്കെ പറ്റും, പക്ഷെ നിനക്കെന്താ പറ്റിയെന്ന് പറ. എടാ കല്യാണി വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ്. അതാണ് ആ കാര്യം. എടാ അത് ആദ്യത്തെ ആ ബഹളമൊക്കെ കഴിയുമ്പോ അവള് നിന്നെ വിളിക്കും. നീ വെയിറ്റ്. എന്തെങ്കിലും ഒരു വിവരം അറിഞ്ഞാൽ മതിയായിരുന്നു. നീ വീട്ടിലേക്ക് വിളിച്ചായിരുന്നു? ഇല്ല. എന്നാ ആദ്യം അമ്മയുടെ കാര്യം തിരക്കണം, എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യം തിരക്കും. ഞാൻ കീബോർഡിൽ തൊട്ട് നിന്റെ കൈവരലേ മുറിച്ചെടുക്കും. ചേച്ചി വാ കഴിക്കാം. അല്പം കൂടെ കഴിയട്ടെ. ചേച്ചി ഇത് ആർക്ക് വേണ്ടിയാ കഴിക്കുന്നത്? എനിക്ക് വേണ്ടിയോ? ദേവന്റെ ഒരു വിവരം അറിയാൻ പറ്റുന്നില്ലല്ലോ മോളെ. അന്ന് ഒരുപാട് തല്ലിയിട്ട് എന്തോരം വേദനിച്ചുണ്ടാവും ദേവന്. ഞാൻ ദേവേന്റെ ഷോപ്പിൽ പോയി നോക്കിയായിരുന്നു. 2 ദിവസമായി അവിടെയും ചെല്ലാറില്ലാന്ന്. നമുക്ക് എൻ്റെ ഫോണിൽ നിന്ന് വിളിക്കാം. അത് വേണ്ട. ഇനി പിടിക്കപ്പെട്ട ഏട്ടൻ മോളെ എന്തേലും ചെയ്യും. എൻ്റെ ഫോണൊന്ന് തപ്പിയെടുത്ത് തരുമോ? അത് ചേട്ടൻ പൊട്ടിച്ചു കളഞ്ഞു. ചേച്ചി കഴിക്കാൻ വാ, ഞാൻ എന്തേലും വഴി ഉണ്ടാക്കാം.
വരുന്നു പറഞ്ഞിട്ട് കാണാനില്ലടാ. ഇനി വരാതിരിക്കോ? വരുന്നില്ലെങ്കിൽ വിളിച്ചേനെ. നിന്റെ മട്ടഭാവം കണ്ടാത്തൊന്നും നീ കണ്ണിറച്ച് കല്യാണിനെ കാണാൻ പോണെന്ന്. ഞങ്ങള് കാണാറില്ലെന്ന് നിനക്കെങ്ങനെ പറയാൻ പറ്റും? ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട് കേട്ടാ, നിനക്ക് കാഴ്ചയിലെന്ന് പറയണ കള്ളമാണെന്ന്. ഡാമണി, നീ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണാൻ പറ്റുമോ? കാണണമെങ്കിലേ എന്നെയും കല്യാണിയും പോലെ ആവണം. മര്യാദ ഇരിക്കണ എന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കണോന്ന്. ഒന്ന് പോടാ. പിന്നെ നീ പറ. എല്ലാരും പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാ കണ്ണടയ്ക്കുന്നത്? അതിപ്പോ എനിക്കറിയാമല്ല. ഈശ്വരനെ കാണണമെങ്കിലേ ആദ്യം കണ്ണടച്ച് ഇരുട്ടാക്കണം. ആ ഇരുട്ടിൽ ആത്മാവിൽ നിന്ന് ഈശ്വരൻ എത്തും. ശരിക്കും കാണാൻ പറ്റുമോ? നിങ്ങൾ പറയുന്ന പോലെ ഈശ്വരൻ ഒരു രൂപമല്ല, അതൊരു ഫീലാ. ഈ മഞ്ഞുതുള്ളി നെറ്റി വീഴുമ്പോ നനുത്ത ഒരു കുളിരില്ലേ, അതുപോലൊരു ഫീൽ. എവിടേക്കാ രണ്ടുപേരും? ഇന്ന് ചേച്ചിയുടെ പിറന്നാളല്ലേ ഏട്ടാ? അമ്പലത്തിലേക്കാണെങ്കിൽ ഞാനും വരാം. സാരല്ലേ ഏട്ടാ, ഞങ്ങള് കാറിൽ പൊക്കോളാം. വേണ്ട, എന്റെ വണ്ടിയിൽ പോവാം. വാ. കല്യാണി വരുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടുന്ന് മാറി നിക്കണതാ ബുദ്ധി. അവളുടെ ആ ചേട്ടൻ തണ്ടി കൂടെ ഉണ്ട്. ഞാനിപ്പോ എത്തും. നിങ്ങളവിടെ വെയിറ്റ് ചെയ്താൽ മതി. പറഞ്ഞ പോലെ കല്യാണി വന്നുട്ടാ. ഹൃദയം അകലുമ്പോൾ നീയും നീ എന്നടയാദീപം ഞാൻ നിന്നെരിയും. ചേച്ചി, ദേവേട്ടനെ കണ്ടില്ലല്ലോ. ഭഗവതി, ദേവനൊന്നും സംഭവിക്കരുത്. അയ്യോ, ഒരു അത്യാവശ്യ കാര്യത്തിന് പോകുന്ന വഴിയാ. അവിടെ വെച്ച് കുഞ്ഞിനെ കയറ്റിയത്. കുഞ്ഞ് ഇവിടുത്തെ കാര്യം കഴിയുമ്പോൾ ഇവിടെ ഇറങ്ങി നിന്നാൽ മതി, ഓട്ടോ കിട്ടും. അല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. ദേവാ, ദേവാ,
ദേവാ 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 കല്യാണി, മോളെ ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതട്ടാ. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലാ? ദേവാ സോറി. മോളെ ഇനി അതിസമയം ഇവിടെ നിൽക്കണ്ട. മോള് ചെല്ല്. പൊയ്ക്കോ മോളെ. കല്യാണി, എവിടെയായിരുന്നു നീ? ചേട്ടാ അത് ഞാൻ നീ ദേവന്റെ അടുത്ത് പോയിരുന്നോ? അത് ഞാൻ പോയിരുന്നോ ഇല്ലയോ? ഹലോ, മോനെന്താ വരാഞ്ഞേ? ഞാൻ നാളെ വരാം അമ്മേ. നിനക്കെന്തൊരു വിഷമം പോലെ? ഏയ് ഒന്നുമില്ല അമ്മേ. കാശ് റെഡിയായില്ലേ? ഇല്ല, അമ്മ വെച്ചോ, ഞാൻ നാളെ വരാം. ചുവന്നുള്ളി ചതച്ചിട്ട് പാല നീ ഇത് കഴിക്ക്. ഒടിവിനും ചതവിനും ഒക്കെ നല്ലതാ.
നീ ഇങ്ങനെ സങ്കടപ്പെട്ട പോയത് തിരിച്ചു കിട്ടുമോ? നീ പാല് കുടിക്ക്, എല്ലാത്തിനും വഴിയുണ്ടാക്കാം. എന്റെ ശോഭയോട് ഞാൻ ഇനി എന്ത് പറയും? ബോസിനോട് വിക്സ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാവം രാത്രി തന്നെ കൊണ്ടുവന്നു തോന്നുന്നു. നീ ഇരിക്കട്ടാ. എന്നെ ബോസേ ഇനിയെങ്ങാനും നീ കല്യാണിയുടെ പിന്നാലെ വന്നാ ഒന്നുകളെ ഞാൻ. കൊടുക്കുന്നില്ലെന്നോ? അതെന്താ അങ്ങനെ പറയാൻ? കളവന ഞാൻ. അവനെന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ആരെ തല്ലുന്ന കാര്യം പറയുന്നേട്ടല്ലോ? ആ പറഞ്ഞു. എന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്റെ കുടുംബമാണ്. അതിനെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ എനിക്കത് പൊള്ളും. അപ്പൊ തല്ലേണ്ടി വന്നാ തല്ലും, കൊല്ലേണ്ടി വന്നാ കൊല്ലും. ദേവേട്ടനെ തല്ലിച്ചതച്ചതും അതേ കാരണത്തിനായിരുന്നോ? അവന്റെ കാര്യം പറഞ്ഞ് എന്നെ വട്ടുപിടിപ്പിക്കല്ലേ മീനാക്ഷി. അല്ല ഏട്ടാ, ഏട്ടനിതറിയണം. എന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഏട്ടനെ കാട്ടിക്കൂട്ടുന്നതെന്ന് എനിക്കറിയാം. ഈ കണ്ണ് കാണാത്ത എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് എന്റെ ഏട്ടന്മാരാ. എന്നാ സ്വിച്ച് ഇട്ടാൽ ചലിക്കുന്ന പാവ കണക്കെ ജീവിക്കേണ്ടവരല്ലെന്ന് എന്നെ പഠിപ്പിച്ചത് ദേവനാ. ആ സ്നേഹം, ആ കരുതൽ, അതെത്ര കോടി മുടക്കിയാലും എന്റെ ഏട്ടനെ എനിക്ക് വാങ്ങിത്തരാൻ പറ്റില്ല. നിങ്ങളുടെ സമ്മതമില്ലാതെ ദേവനെന്നല്ല ഒരാളുടെയും കൂടെ ഈ കല്യാണി പോവില്ല. ഇനിയും ജയേട്ടൻ ആ പാവത്തെ തല്ലിച്ചതയ്ക്കരുത്. ആ രാത്രി ആരോടും പറയാതെ ദേവനെ കാണാൻ പോയതിന് ജയേട്ടൻ എന്നോട് ക്ഷമിക്കണം. ജയേട്ടൻ കരുതുന്ന പോലെ അല്ല കാര്യങ്ങള്. അന്ന് ഏട്ടൻ പുറത്തു പോയ ദിവസം ദേവനെ കാണാൻ ഞാൻ പോയപ്പോ അല്ല, ഇതാ ജയന്റെ മകളല്ലേ? അതെ. ഇവളെന്താ ഇവിടെ? സാമുവല്ലേ, പ്ലാൻ മാറ്റിക്കോ. ഇതിലും വലിയ പണി അവന് കൊടുക്കാനില്ല. വണ്ടി വിടാ. ചേട്ടനെയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്. നിന്നെ പൊക്കിയാലും അവനും പൊള്ളുവടി. ഓപ്പറേഷനുള്ള കാശുണ്ടല്ലോ, അമ്മയ്ക്ക് സന്തോഷാവും. നമ്മുടെ വല്ല വീടാവുമാർ അറിയപ്പാ. എന്താ കല്യാണി? കല്യാണി? ദേവാ
കല്യാണി 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 അയ്യോ ബാഗ്. അയ്യോ എന്റെ കാശ് എന്റെ കാശ് എന്റെ കാശ് ഉണ്ടതില് അറിയണ എന്റെ കാശ് ഉണ്ടോ ബാഗില് മണി കാശ് എന്റെ കാശ് എടാ എന്റെ കാശ് എന്റെ കാശ് എന്റെ കാശ് മണി എന്റെ കാശ് മണിയെ എന്റെ കാശിലാ എന്റെ കാശ് പോയണം മണിയെ മണി വിഷമിക്കണ്ടടാ, ശോഭനയുടെ ഓപ്പറേഷൻ നടക്കും. ഞങ്ങള് കാശായിട്ട് അവിടെ എത്തിയിരിക്കും. ഞാൻ പറഞ്ഞ കൂടെ വേണ്ട, നാളെ പ്രോഗ്രാം ഉള്ളതല്ലേ. മെറീനെ കൊണ്ടുവരാന്ന് പറഞ്ഞ പാട്ടുകാരൻ വരൂലോ അല്ലേ. നീ അതൊന്നും ആലോചിക്കണ്ട. കുറച്ച് ദിവസം അമ്മയുടെ പെങ്ങന്മാരെ കൂടെ നിൽക്ക്, അവർക്കൊരു സന്തോഷം കേട്ടടാ. നീ പോയിക്കോ, റിഹേഴ്സൽ നടക്കട്ടെ. ഏയ് ഞാൻ നിന്നെ ബസ് കയറ്റിട്ട് പോവാം. വേണ്ടടാ, എനിക്കറിയാത്ത വഴിയല്ലല്ലോ, നീ പോയിക്കോ. ശരിയടാ. ഹലോ പറടാ. ജയ 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 പ്ലീസ് പ്ലീസ് ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. പ്ലീസ് പ്ലീസ് ജയ എഴുന്നേക്കടാ.
എടാ ദേവാ, നീ ആരും രക്ഷകനാ? രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ത് യോഗ്യതയുടെ അവനുള്ളത്? നിന്നെ കൊല്ലാൻ നടക്കണമല്ലേ അവൻ? ആ സാഹചര്യത്തിൽ ഞാനതൊന്നും ഓർത്തില്ലടാ. നീ ഒരിക്കലും നന്നാവില്ല. ഇവനെ എത്ര കിട്ടിയാലും പഠിക്കാൻ പോണില്ല. ഒന്നും ഉണ്ടായിരിക്കടാ. ഒരു ജീവൻ റോട്ടി കിടന്ന് പടയുമ്പോ കണ്ണുള്ളവർ പോലും കാണാതെ പോകുന്ന ഈ കാലത്ത് അവൻ ചെയ്ത പുണ്യപ്രവൃത്തി തന്നെ. എടാ ദേവ, നീ ചെയ്താ ശരി. അവരുടെ വീട്ടുകാരെയൊക്കെ അറിയിച്ച? അതേ, ഞങ്ങളുടെ ദേവനെ കൊല്ലാൻ വേണ്ടി ചെല്ലു നിങ്ങളുടെ മോൻ. എന്തായി? കാഴ്ചയില്ലാത്ത അവൻ വേണ്ടി വന്നില്ല നിങ്ങളുടെ മോനെ രക്ഷിക്കാൻ? ഡത്തിക്കിട്ട് പറയും, ബോധം തെളിഞ്ഞിട്ടുണ്ട്. ഹെഡ് ഇഞ്ചറി അത്ര സീരിയസ് ഒന്നുമല്ല, പിന്നെ 1-2 ഫ്രാക്ചേഴ്സ് അത്രേ ഉള്ളൂ. കുറച്ചധികം ബ്ലഡ് പോയിട്ടുണ്ട്. ഒബ്സർവേഷന് ശേഷം റൂമിലേക്ക് മാറ്റാം. ഇനി എന്തിനാ വിളിക്കണത്? വാ. കല്യാണി, ഞാൻ പോവാണ്. കൂടപ്പിറപ്പുകളെ പിണക്കിയിട്ടൊരു ജീവിതം വേണ്ടെന്നാണ് നീ ആഗ്രഹിച്ചത്. പക്ഷേ നിന്റെ ഏട്ടൻ ഒരിക്കലും എന്നെ അംഗീകരിക്കാനാവില്ല. അവരുടെ സമ്മതത്തോടു കൂടി ഒരു ജീവിതം, അത് നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് അർഹിക്കാത്ത മുതൽ ആഗ്രഹിക്കരുതെന്ന്. ദാനം കിട്ടിയാൽ പോലും അനുഭവിക്കാൻ യോഗം ഉണ്ടാവില്ല. അപ്പൊ മുഹൂർത്തമായി. ഇനി ചെക്കനും പെണ്ണും വന്നാ മതി. കണ്ണാ, ഉമ്മതാട കണ്ണ. കാവിൽ പഞ്ചാരി മേളം കേട്ട് നീ എന്റെ പോരുന്നില്ലേ? ചേലിൽ പൂങ്കോടി പാവും ചുറ്റി നീയില്ലേ പൂരം കാണാൻ? കാവിൽ പഞ്ചാരി മേളം കേട്ട് നീ എന്റെ പോരുന്നില്ലേ? ചേലിൽ പൂങ്കോടി പാവും ചുറ്റി നീയില്ലേ പൂരം കാണാൻ? കാവടിയാടുന്ന കൺകോണിൽ മഷിയിട്ട് കാലിൽ
വന്നെത്തി തിരയാടും നേരത്ത് കാണാൻ പോരുന്നില്ലേ കാവിൽ പഞ്ചാരി മേളം കേട്ടേ നീ എന്റെ പോരുന്നില്ലേ ജയിലിൽ പൂങ്കോടി പാറും ചുറ്റി നീയില്ലേ പൂരം കാണാൻ കരിവള കണ്ണാടി കരിമഷിയും വാങ്ങാൻ ചിരുതേ കാവിൽ ചെന്നാൽ ഒരു ചിറകായിട്ട് കളിച്ചിരിയോതിട്ട് നിൻ കൂടെ പോരാം ഞാനും പൊന്മണിമാലയും പലഹാരക്കൂട്ടവും നിറയെ നിൻ കയ്യിൽ തന്നിടാം ഞാൻ ചെമ്പട താളമായി ചുടുനെഞ്ചം തുള്ളണ് പെണ്ണെ നീ കേൾക്കുന്നില്ലേ കാവിൽ പഞ്ചാരി മേളം കേട്ടേ നീ എന്റെ പോരുന്നില്ലേ ചേലിൽ പൂങ്കോടി പാവം ചുറ്റി നീയില്ലേ പൂരം കാണാൻ